ഇപ്പോൾ ഹിറ്റായിരിക്കുകയാണ് മെലഡി ടീം. അത് വൈറലായി തന്നെ പ്രചരിക്കുമ്പോൾ അതിന് കൂടുതൽ സപ്പോർട്ട് നൽകുകയാണ് ജോർജിയ മെലോണിയും അതുപോലെ നരേന്ദ്രമോദിയും. ഏറെക്കാലമായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഹാഷ്ടാഗ് തന്നെയാണ് ഈ മെലഡി. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും അവരുടെ പേരുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ആരാധകർ ഉണ്ടാക്കിയെടുത്തതാണ് മെലഡി എന്നുള്ള പേര്. അത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും ഏറെ ആസ്വദിക്കുന്നുണ്ട്. ജോർജിയ മെലോണി തന്നെ അക്കാര്യം തുറന്നു പറയുന്നുണ്ട്. ഇറ്റലിയിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടയിൽ മോദിക്കൊപ്പം എടുത്ത സെൽഫി വീഡിയോ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ചുകൊണ്ട് ഹായ് ഫ്രണ്ട്സ് ഫ്രം മെലഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് മെലോണി ഇങ്ങനെ കുറിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊട്ടടുത്ത് ഏറെ സന്തോഷത്തോടുകൂടി നിൽക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മെലോണിക്കൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെലോണിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി മുന്നോട്ട് പോകുന്നുവെന്നും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുവെന്നുമാണ് പ്രധാനമന്ത്രി പറയുന്നത്. G7ലേക്ക് പ്രത്യേക ക്ഷണം ഇന്ത്യക്ക് ലഭിച്ചതിൽ മെലോണിയോട് നന്ദിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി 3-ാം തവണ അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രിയെ മെലോണി ആദ്യം അഭിനന്ദിച്ചു. അധികാരം ഏറ്റെടുത്ത ശേഷം മോദിയുടെ ആദ്യത്തെ വിദേശ യാത്ര കൂടിയാണ് G7 ഉച്ചകോടിക്കുള്ള യാത്ര. അധികാരത്തിലും സമ്പന്നതയിലും ലോകം ഭരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള G7-ൽ ഇന്ത്യക്ക് തുടർച്ചയായി ഇങ്ങനെയൊരു ക്ഷണം ലഭിക്കുന്നത് ഏറെ അഭിമാനകരം തന്നെയാണ്. ഇന്ത്യയും ഇറ്റലിയും രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം, അവർ തമ്മിലുള്ള സ്നേഹം, ഇതൊക്കെ തന്നെയാണ് തുറന്നു പറയുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മെലോണിയുടെയും സൗഹൃദവും ഇതിൽ ഊട്ടിയുറപ്പിക്കപ്പെടുന്നു. കഴിഞ്ഞ തവണ COP28-ലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മെലോണിയുടെയും ചിത്രങ്ങൾ, സെൽഫി, ഇതൊക്കെ തന്നെ വൈറലായി പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ദുബായിൽ വെച്ച് നടന്ന കാലാവസ്ഥാ ഉച്ചകോടിക്കിടയിലായിരുന്നു മെലോഡി എന്ന സുഹൃത്തുക്കളുടെ ക്യാപ്ഷനോടുകൂടി അന്ന് ചിത്രങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കുറിപ്പിൽ തുടങ്ങിയ സൗഹൃദ ബന്ധം തന്നെയാണ് ഇപ്പോൾ സുദൃഢമായി തന്നെ തുടരുന്നത്. ഇരുവരെയും കൂട്ടിച്ചേർത്ത് ഒട്ടനവധി ട്രോളുകളും പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ മെലോണി വിവാഹമോചനം കൂടി നേടിയതോടെ ഇതുമായി ബന്ധപ്പെട്ടും ചില പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു. വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും അതോടൊപ്പം രസകരമായ പോസ്റ്റുകളുമൊക്കെ ഇതിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇറ്റലിയിൽ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി അധികാരത്തിലെത്തുന്ന അതിതീവ്ര വലതു സർക്കാരാണ് ജോർജിയ മെലോണിയുടേത്. ബ്രദേഴ്സ് ഓഫ് ഇറ്റലി എന്ന അതിതീവ്ര വലതു പാർട്ടിയുടെ നേതാവായ മെലോണി ഇറ്റലിയുടെ തന്നെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്.